എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ലൂസിഡ് ഡ്രീമിംഗ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഈ പല ആൾക്കാരും റിജക്റ്റ് ചെയ്യപ്പെടുക. നമ്മൾ നിരസിക്കപ്പെട്ടവൻ്റെ, ഫോർ എക്സാമ്പിൾ നിരസിക്കപ്പെട്ടവളോ ഒരു കല്യാണത്തിന് പെണ്ണ് കാണാൻ വന്നു, അതിനുശേഷം പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക, അല്ലെ ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക, ഇല്ലെങ്കിൽ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഒരാളോട് പ്രണയം അറിയിച്ചു, അപ്പോൾ അവിടെ റിജക്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആണ്, നമ്മൾ ചെയ്യുന്നു, അപ്പോൾ എല്ലാം കൊണ്ട് നമുക്ക് കിട്ടേണ്ടതാണ്, പക്ഷെ നമ്മളെ സെലക്ട് ചെയ്തില്ല, നമ്മളെ അവിടെ റിജക്റ്റ് ചെയ്തു. അപ്പം അങ്ങനെ പിന്നെ ഇത് പല പ്രാവശ്യം ആയി കഴിയുമ്പോഴത്തേക്കും എന്നെ ആരും വിലമതിക്കുന്നില്ല, പിന്നെ ഇങ്ങനൊരു എനിക്കൊരു വിലയില്ലാത്ത ആളാണെന്നൊരു മാനസികാവസ്ഥ പലപ്പോഴും വരും. അപ്പം അതൊരു പ്രോഗ്രാമായിട്ട്, ഒരു ഇൻവിസിബിൾ പ്രോഗ്രാമായിട്ട്, അപ്പം എനിക്ക് വീട്ടിൽ വിലയില്ല, പല എൻ്റെ ഫ്രണ്ട്സ് എന്നെ അംഗീകരിക്കുന്നില്ല, എനിക്ക് വിലയില്ല, ഒരു റിജക്റ്റ് ചെയ്യപ്പെട്ട ആളിൻ്റെ, ഒരു നിരസിക്കപ്പെട്ടതിൻ്റെ വേദന അങ്ങനെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് നമുക്ക് ലൂസിഡ് ഡ്രീം കൂടെ നമുക്കിതിന് കാര്യമായ പരിഹാരം കാണാനായിട്ട് പറ്റും. വളരെ സിമ്പിളാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രോഗ്രാമിങ് തന്നെയാണ്. അപ്പോൾ നമുക്കത് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വളരെ വ്യക്തമായി ഉറങ്ങുന്നതിന് മുമ്പ് ലൂസിഡ് ഡ്രീം പഠിച്ചതിന് ശേഷം, ഒരു 30 ദിവസങ്ങളിൽ ലൂസിഡ് ഡ്രീം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതിന് കൃത്യമായ ഇൻറ്റൻഷൻസ് കൊടുത്ത് എഴുതി തയ്യാറാക്കി നമ്മൾ ഇൻറ്റൻഷൻസും കൊടുത്തിട്ട് നമ്മൾ കിടക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും, ഇപ്പോൾ ഈ വളരെ തീവ്രമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് തന്നെ ഇത് കാര്യമായിട്ടൊരു സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കി നമുക്ക് റെക്കോർഡ് ചെയ്ത് നമുക്ക് അതിന് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അരമണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് അപ്പോൾ നമ്മൾ ഇതിൽ വരുമ്പോൾ, നമ്മൾ ലൂസിഡ് ഡ്രീമിങ്ങിൽ വരുമ്പം നമ്മൾ ബോധത്തോടു കൂടിയാണ് സ്വപ്നം കാണുന്നത്. അപ്പോൾ അതായത് നമുക്ക് കാണുന്നതിനിടയ്ക്ക് അറിയാം ഇത് സ്വപ്നമാണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാണുന്നത്. ഇത് നമുക്ക് റെഗുലറായിട്ട് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തെ ആ ബോധം അത് പെർമനൻ്റ് ആകും. സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പെർമനൻ്റ് ആകും. അപ്പോൾ നമുക്കൊരു വലിയ ആത്മവിശ്വാസമായി ഉയരും. അതുകൂടാതെ ഈ ആത്മവിശ്വാസമായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്തൊക്കെ ഇത് ചെയ്ത് കഴിയുമ്പം എല്ലായിടത്തും അംഗീകാരം, സ്വീകാര്യത, റെക്കഗ്നേഷൻ, അതുപോലെ തന്നെ അപ്രിസിയേഷൻ, ഇതെല്ലാം നമ്മൾ നുകരുവാണ്. അതിൻ്റെ എല്ലാം അനുഭവം ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോഴത്തേക്കും ലോ ഓഫ് അട്രാക്ഷൻ കൂടെ കയറി പിടിക്കും. അപ്പോൾ ആ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളെ കയറി പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോടെ കൃത്യമായിട്ട് നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മൾ സ്വീകാര്യനായി, നമ്മളെ പല ആൾക്കാരും ഒരാളെ റിജക്റ്റ് ചെയ്തതിന് പകരം ഒരാളെ റിജക്റ്റ് ചെയ്യുമ്പോൾ 9 പേര് നമ്മൾ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് വരും. ഓക്കെ, അപ്പം എനിക്കും ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും എനിക്ക് വലിയ അക്സെപ്റ്റൻസ് കിട്ടിയിരുന്ന ഒരാളല്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് അക്സെപ്റ്റൻസ് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, അതിന് തക്കതായ സ്കില്ലുകൾ ഞാൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പം ഞാൻ ആഗ്രഹിക്കുന്ന അക്സെപ്റ്റൻസ് എനിക്ക് പ്രത്യേകമായിട്ട് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണോ വിലപ്പെട്ടവനായിട്ട് വരിക, അപ്പോൾ ആ ഒരു വിലയാണ്. അപ്പോൾ സാധാരണ ഇതിങ്ങനെ ഒരു പറയാറുള്ള കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 14 വയസ്സുള്ളൊരു കുട്ടി പിതാവിൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്കെന്ത് വിലയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് പല പ്രാവശ്യം ഇത് ചോദിച്ചപ്പോഴത്തേക്കും പിതാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം, ഇത് ഫോറിൻ കഥയാണ്, രാവിലെ റെഡിയായി വരാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ വന്നപ്പം ഇയാൾ പെട്ടിക്കകത്തുനിന്ന് സൂക്ഷിച്ച് വെച്ചിരുന്ന 2 കല്ലെടുത്ത് കൊടുത്തു, പ്രഷ്യസ് സ്റ്റോൺ മാതിരിയിരിക്കുന്നത്. അപ്പോൾ ആ കല്ല് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, നമ്മളിത് മാർക്കറ്റിൽ കൊണ്ടുപോയി ആൾക്കാരിങ്ങനെ വരുന്നതിൻ്റെ മുന്നേ ഇതിങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ ആൾക്കാർ ചോദിക്കും ഇത് വിൽക്കാനുള്ളതാണെന്ന്. സംസാരിക്കരുത്, തല കൊണ്ട് നമ്മൾ കാണിക്കുക, അതേന്ന് കാണിക്കുക. അപ്പോൾ അവർ വന്ന് വില പറയും. വില പറയുമ്പം പലരും വന്ന് വില പറയും, പക്ഷേ വില പറയുമ്പോൾ നമ്മളിത് കൊടുക്കരുത്. അപ്പോൾ എന്ത് വില പറഞ്ഞാലും കൊടുക്കരുത്. അപ്പം വില പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വീണ്ടും നിർബന്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് പോക്കറ്റ് ഇട്ടുകൊണ്ട് ഓടിക്കണം. അങ്ങനെ നമ്മുടെ ഈ ചെറുപ്പക്കാരൻ ആദ്യത്തെ ദിവസം മാർക്കറ്റിൽ പോയി, എല്ലാവരും വരുന്ന വഴിക്ക് ഇത് കൊണ്ട് നിന്നു. അപ്പോൾ അവിടെ മാർക്കറ്റിൽ ഒരുപാട് പച്ചക്കറികളും സാധനങ്ങളും സൂപ്പർ മാർക്കറ്റും ടെക്സ്റ്റൈലും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ ഇതുകൊണ്ടിങ്ങനെ നിന്നപ്പോഴത്തേക്ക് കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മിഡിൽ ഏജ് കഴിഞ്ഞൊരു ലേഡി വന്നിട്ട് ചോദിച്ചു, ഇത് കൊടുക്കാനാണോ എന്ന് ചോദിച്ചു. അപ്പം ഇയാൾക്ക് തല കൊണ്ടിങ്ങനെ കാണിച്ചു. അപ്പോൾ ഇയാളോട് ചോദിച്ചു, ഇതിന് എത്ര വില വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാളിങ്ങനെ കാണിച്ചു. അപ്പം അവർ ചോദിച്ചു, $100. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ $100 എടുത്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ പയ്യൻ ഇത് പോക്കറ്റ് ഇട്ടുകൊണ്ട് ഓടി.
ഇവനോട് പിറ്റേ ദിവസം പിതാവ് പറഞ്ഞു അടുത്ത ദിവസം ഒരുക്കി വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുക്കി വന്നു കഴിഞ്ഞപ്പം അവനോട് പറഞ്ഞു ഇതേ സാധനം സെയിം കല്ലുപ്പുണ്ട്, അവിടെ ഒരു വലിയ മ്യൂസിയം ഉണ്ട്, ആ മ്യൂസിയത്തിൽ നിന്ന് എല്ലാവരും കണ്ടിട്ട് ഇറങ്ങി വരുന്നിടത്ത് പോയി നിൽക്കണം, സെയിം കണ്ടീഷൻ തന്നെ, ഒന്നും സംസാരിക്കരുത്. അപ്പം അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുറേ നേരം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പലരും വന്ന് നോക്കിയിട്ട് സൂക്ഷിച്ചൊക്കെ നോക്കിയിട്ട് എത്ര വിലയെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാളൊന്നും പറയുന്നില്ല. വീണ്ടും ഇയാൾ വില ചോദിച്ചു. അയാൾ ഉടനെ തന്നെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഒരു ഫോറിനർ ഇത് നോക്കിയിട്ട് പറഞ്ഞു $2,000. ഓക്കെ, $2,000. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഇയാൾ എടുക്കാനായിട്ട് ക്യാഷ് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവനിത് പോക്കറ്റ് ഇട്ടുകൊണ്ട് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു, വീട്ടിൽ പോയി. അപ്പോൾ ഈ അനുഭവം പറഞ്ഞു, സംസാരിക്കരുതെന്നുള്ളതാണല്ലോ കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ അവരോട് പറഞ്ഞു അവിടെ ഒരു ഡയമണ്ട് മാത്രമുള്ള കടകളുള്ളൊരു സ്ഥലമുണ്ട്, അതിൽ ഏറ്റവും പ്രമുഖമായ കടയിൽ ചെല്ലാൻ പറഞ്ഞു. കടയ്ക്കകത്ത് കയറണ്ട, നീ ആ ഡോറിൻ്റെ പുറത്തിങ്ങനെ നിൽക്കുക, ഗ്ലാസ് ഡോറുകളാണ്, അപ്പോൾ അത് വരുന്നതിൻ്റെ അടുത്ത് പുറത്ത് നിൽക്കുക. അപ്പോൾ അങ്ങനെ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ ഇതേ രീതിയിലാണെന്ന് പറയണം, കൈ കൊണ്ട് ആംഗ്യം മാത്രമേ കാണിക്കാവൂ, സംസാരിക്കരുത്, എത്ര പറഞ്ഞാലും കൊടുക്കരുതെന്ന് പറയും. അങ്ങനെ ഇയാൾ പോയി നിൽക്കുമ്പോൾ അപ്പോൾ ഈ കടയുടെ ഉടമസ്ഥൻ കാണുന്നുണ്ട്, ഒരുപാട് ജോലിക്കാരൊക്കെ ഡയമണ്ട് വാങ്ങിക്കാൻ വരുന്നവർക്ക് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇയാളിതിങ്ങനെ നോക്കിയിരുന്നിട്ട് ഒരു പയ്യൻ നിൽക്കുന്നല്ലോ, അപ്പം ചില ആൾക്കാരൊക്കെ ഇവൻ്റെ കയ്യിലോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കടയുടെ ഉടമസ്ഥൻ മുതിർന്ന ആളാണ്, പ്രായമുള്ള ആളാണ്. ഇങ്ങനെ വന്ന് ചോദിച്ചു വിൽക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു തല കൊണ്ട് കാണിച്ചു ആദ്യം. അയാളിത് എടുത്ത് സൂക്ഷിച്ചൊക്കെ നോക്കിയപ്പോൾ ഇയാൾക്ക് വളരെ കൗതുകമായി. ഇയാൾ അകത്ത് പോയി ഇയാളുടെ ലെൻസ് എടുത്തുകൊണ്ട് വന്നു. ആ ലെൻസ് എടുത്തുകൊണ്ട് വന്ന് വളരെ ചേർത്തും അകത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചേർത്തുമൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇയാളുടെ കണ്ണൊക്കെ, പ്രായമായ അയാളുടെ കണ്ണൊക്കെ ഇങ്ങനെ വികസിച്ച് വരുന്നു. അപ്പോൾ ഇയാളോട് ചോദിച്ചു എത്രയ്ക്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇങ്ങനെ 2 വിരൽ കാണിച്ചു. അപ്പം ഇയാൾ പറഞ്ഞു $2 million, ഓക്കെ ഐ ടേക്ക്, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഇയാൾ പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇയാൾ പറഞ്ഞില്ല ഞാൻ കൂട്ടിത്തരാം, $3 million, $4 million, $5 million, $10 million. അപ്പോൾ എന്നിട്ട് ഇയാൾ പോകാൻ തുടങ്ങിയപ്പോൾ ഇയാളുടെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു ഇതല്ല, ഞാൻ എന്ത് ചോദിച്ചാലും നിനക്ക് തരാം, കാരണം ഇതത്ര വളരെ റയർ ഡയമണ്ടാണ്, ഐ വോണ്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് പിടിച്ചപ്പോഴത്തേക്കും പയ്യെ അയഞ്ഞ് കിട്ടിയപ്പോൾ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇയാൾ വന്ന് ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ പീപ്പിൾ ആർ ബിഹേവിങ് ഇൻ ദിസ് വേ. ഫസ്റ്റ് ഡേയിൽ ഓൺലി $100, സെക്കൻഡ് ഡേ ഇറ്റ് വാസ് $2,000 ആൻഡ് ദ സെയിം ഡയമണ്ട്, ദ സെയിം സ്റ്റോൺസ് തേർഡ് ഡേ. അപ്പം പിതാവ് പറഞ്ഞു കൊടുത്തു, മനെ ഇവിടെ നിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത് നീയാണ്. അപ്പം നിൻ്റെ വാല്യൂ, അപ്പം നീ എവിടെ പോയി ആരോട് ചോദിക്കുന്നു, ആരുടെ മുന്നേ കൊണ്ട് നീ അവതരിപ്പിക്കുന്നു, അതനുസരിച്ച് നിനക്ക് വാല്യൂ കിട്ടുന്നത്. ആദ്യം നമ്മൾ ലോക്കൽ മാർക്കറ്റിലാണ് പോയി നിന്നത്. അപ്പോൾ അവരതിന് അവരുടെ കാഴ്ചപ്പാടിൽ അവർ $100 അപ്പോൾ രണ്ടാമത് നീ പോയി നിന്നപ്പോഴത്തേക്ക് ടൂറിസ്റ്റിൻ്റെ അടുത്ത് പോയി നിന്ന്, അപ്പോൾ അവരും അതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത ഒരാൾ, അതിനെക്കുറിച്ച് കാര്യമായിട്ട് ഗഹനമായിട്ട് അറിയത്തില്ല, പക്ഷേ കണ്ടപ്പം അട്രാക്ഷൻ തോന്നി, അയാൾ അതിനിട്ടത് $2,000. പക്ഷേ ഡയമണ്ടിനെ കുറിച്ച് ഇൻഡെപ്തിൽ അറിയാവുന്ന ആൾ അവസാനം $10 million വരെ തരാമെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് നീ സമ്മതിച്ചില്ല, നീ പോന്നു. അപ്പം എന്താ കാണിക്കുന്നത്, ഒരേ ഡയമണ്ട് തന്നെ നീ എവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത്, എവിടെ വെച്ച് കാണിക്കുന്നു, അത് വെച്ചിട്ടാണ് നിനക്ക് അംഗീകാരവും വാല്യൂവും കിട്ടുന്നത്. അപ്പം ഒരുപാട് പേരുടെ അടുത്ത് ഞാൻ ഈ കഥ പറയുമ്പോഴെല്ലാം അവർ പറയാറുണ്ട് സത്യമാണെന്ന്. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രത്യേക അംഗീകാരമോ ഒരു സ്വീകാര്യതയോ ഒരു വാല്യൂ ആരും തന്നിട്ടില്ല, വീട്ടിലുള്ളവരും തന്നിട്ടില്ല, നാട്ടിലുള്ളവരോ കൂടെ പഠിക്കുന്ന ആൾക്കാരോ സ്കൂളിലുള്ളവരോ. ഞാൻ എൻ്റെ ഓർമ്മയിലൊരു ചെറിയൊരു ട്രോഫിയോ ഒരു സമ്മാനം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പഠിക്കാനായിട്ട് ഒരുപാട് യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് പോയി അവിടെ താമസിച്ച് പഠിക്കുന്നു. ഹോസ്റ്റലിലാണ്, ഗവൺമെൻറ് ലോ കോളേജിൻ്റെ ഹോസ്റ്റലിലാണ് 5 വർഷം അതിനകത്ത് ഞാൻ പഠിച്ചു. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടെ ഒരു വാല്യൂ, അപ്പോൾ എനിക്ക് ചില കഴിവുകളുണ്ട് എന്ന്. അപ്പം ഞാൻ എൻ്റെ ഓർമ്മ 1987 എൻ്റെ ക്ലാസ്സുകാർക്ക് ഓവറോൾ ട്രോഫി വാങ്ങാനായിട്ട് കാരണമായത് ഞാനാണ്. പ്രധാനമായിട്ട് ആം റെസ്ലിങ്ങിൽ എനിക്ക് ഹയസ്റ്റ് പോയിൻ്റ് കിട്ടി.
വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ ഞാൻ നേരത്തെ വെയിറ്റ് ഒന്നും എടുത്തിട്ടില്ലാത്ത ആളാണ്. വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ ഹയസ്റ്റ് പോയിന്റ് കിട്ടി. അപ്പോൾ അങ്ങനെ ടോപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് തന്നെ 10, 10, 20 പോയിന്റ് ഉണ്ട്. 40 പോയിൻ്റാണ് ഏറ്റവും ടോപ്പ് വന്നത്. അപ്പോഴത്തേക്കും തന്നെ സ്വാഭാവികമായിട്ട് എനിക്ക് കിട്ടി. അന്ന് കിട്ടിയ ട്രോഫി അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു സിംഹം ഒരു ഗോളത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന പിന്നെ ഒരു ശില്പം. അതിപ്പോഴും അത് കാണുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ പെട്ടെന്ന് തിരിച്ചു വരും. എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ കിട്ടിയ ഒരു സമ്മാനം അതാണ്. പക്ഷേ അവിടെ നിന്നും എനിക്ക് അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. പിന്നെ ഞാൻ എൻ്റെ കരിയറിലോട്ടൊക്കെ വന്നു. പിന്നെ ഗ്ലോബലി യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റ് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ എനിക്ക് എന്നെ അതിന് മുമ്പ് കേട്ടിട്ടും കണ്ടിട്ടില്ലാത്ത ഫസ്റ്റ് ടൈം തന്നെ കാണുന്ന ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ സ്പീച്ച് കേട്ടിട്ട് എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ തരികയും എൻ്റെ നമ്പരോ ഇമെയിൽ ഐ ഡിയൊക്കെ എഴുതിയെടുക്കുന്നതും പിന്നെ സമ്മാനങ്ങൾ കിട്ടുന്നതും. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ മൂന്നാമത്തെ ഡയമണ്ട് മർച്ചൻറ്റിൻ്റെ മുന്നേ പോയി നിന്നപ്പോൾ ക്വാളിറ്റി അറിയാവുന്ന, പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഒന്നെങ്കിൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു ഹയർ ക്വാളിറ്റി ആൾക്കാരുമായിട്ട് മാത്രമാണ് എപ്പോഴും ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പ്രത്യേകിച്ച് പണ്ഡിത സദസ്സ് എന്നൊക്കെ വേണേൽ പറയാം. ഞാനിപ്പം നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂർ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ഈവൻ വൈസ് ചാൻസലേഴ്സിൻ്റെ പോലും ഓറിയൻറ്റേഷൻ വരുമ്പോൾ എന്നെ വിളിക്കുമായിരുന്നു. അപ്പം ഞാനവിടെ 5 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ പല ഇതിനകത്തും സീനിയർ ഒഫീഷ്യൽസിൻ്റെ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് അവിടെ നിന്നെല്ലാം എനിക്ക് ഒരുപാട് അംഗീകാരം കിട്ടിയപ്പോഴത്തേക്ക് എനിക്കൊരു തോന്നൽ വന്നു, ഞാനൊരു ഡയമണ്ട് ആണെന്ന്, അതെനിക്ക് ഒത്തിരി വിലയുണ്ടെന്നുള്ളൊരു തോന്നൽ വന്നു. ആ വില മനസ്സിൽ പെർമനൻ്റായി. അപ്പോൾ ഞാനിവിടെ ഈ കഥയിലൂടെ പറയാൻ പറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൂസ് ഡ്രീമിങ്ങിനകത്തോടെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മേഖലയിലുള്ള നിങ്ങളുടെ കഴിവിനെ, സ്കില്ലിനെ, ടാലൻസിനെ പരിപോഷിപ്പിച്ച് അതൊരു വലിയ കഴിവായി കഴിയുമ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്യുന്നവരുടെ ഇപ്പോൾ ഈ നമ്മൾ ആ മാർക്കറ്റിൽ, ലോക്കൽ മാർക്കറ്റിൽ പോയാലല്ലേ നമുക്ക് അവർ വില പറയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്തവരുടെ മുന്നേ നമ്മൾ പോയി അവതരിപ്പിക്കാൻ പോയാലല്ലേ വില പറയത്തുള്ളൂ. അപ്പോൾ ആ ആൾക്കാർ നമുക്ക് മാർക്ക് ഇടാനായിട്ട് തയ്യാറാവുകയുള്ളൂ. നമുക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രം നമ്മൾ ചെയ്യുമ്പോൾ, അപ്പോൾ അതാണ് ദസ് ലോട്ട് ഓഫ് ഡിഫറൻസ്. അപ്പോൾ നമ്മളെ ഓപ്പൺനെസ് വർദ്ധിപ്പിക്കും. നമുക്ക് പിന്നെ ഈ ആൾക്കാർ ക്രിറ്റിസൈസ് ചെയ്താലും നമ്മളത് ബാധിക്കത്തില്ല. നമ്മളെ ഫീഡ്ബാക്ക് നമ്മൾ സ്വീകരിക്കും. അതേപോലെ തന്നെ നമുക്ക് പിന്നെ സോഷ്യൽ റിജക്ഷനോടുള്ള ഭയമൊന്നും പണ്ട് കാലത്ത് എനിക്ക് പിന്നെന്താണ് പ്രസംഗിക്കാനായിട്ട് ഭയങ്കര വിക്കുണ്ടായിരുന്ന ആളാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഭയങ്കരമായ സ്റ്റട്ടർ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. പക്ഷെ അതിൽ നിന്നെല്ലാം പ്രസംഗിക്കാനുള്ള പേടിയെല്ലാം പോയി. പിന്നെ ഒരുപാട് സംസാരിച്ച 1000കണക്കിന് ക്ലാസ്സുകളൊക്കെ എടുത്ത് അപ്പോൾ അവിടെ ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ്, സോഷ്യൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തു. ഫിയർ ഇല്ലാതായി. അറിവ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും അജ്ഞതയുടെ പേടിപ്പെടുത്തുന്ന ഇരുള് നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി. പാസ്റ്റ് റിജക്ഷൻസ് അങ്ങനെ ഇല്ലാതായി. ഏർലി ചൈൽഡ്ഹുഡിലൊക്കെ ഉണ്ടായിരുന്നു പാസ്റ്റ് റിജക്ഷൻസ്. അപ്പോൾ ഇത് നമുക്കൊരു വലിയ പാഠമാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുള്ളത് ഇപ്പം വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റി, അതിൽ ഈ ആൻ്റണിയോ സാൻഡ്ര എന്ന് പറയുന്ന 2018 നടത്തിയ സ്റ്റഡിയാണ്. അപ്പോൾ അവർ US അപ്പോൾ അവർ ഇമോഷണൽ റെസീലിയൻസ്, നമ്മൾ താഴെ പോയിട്ടൊക്കെ തിരിച്ചു വരുന്നത് ഈ ലൂസിഡ് ഡ്രീം നടത്തുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ആങ്സൈറ്റി നമുക്ക് ശരിക്കും കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ വെൽബീയിങ് വളരെ ലൂസിഡ് ഡ്രീമിങ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വെൽനെസ്സും വെൽബീയിങ്ങും ഇനോർമസ് ആയിട്ട് കൂട്ടാൻ പറ്റും എന്നവർ അവരുടെ പഠനത്തിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന പഠനത്തിനകത്തുണ്ട്. നിങ്ങൾ അവരുടെ പേര് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ലവിൽ റിജക്ഷൻ വരുമ്പോഴത്തേക്കും, അപ്പോൾ അതിന് പകരം നമ്മൾ അതിലും വലിയ സ്നേഹം കിട്ടുന്നത് നമ്മളിങ്ങനെ ലൂസിഡ് ഡ്രീമിങ് കണ്ടുകൊണ്ടിരുന്ന നമുക്ക് പ്രശ്നമില്ലല്ലോ. സെൽഫ് ലവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഫിലോഷ്യ എന്ന് പറയുന്ന സെൽഫ് ലവ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അതിനകത്ത് ഹീലിംഗ് ഉണ്ടാവും. നമുക്ക് പിന്നെ സ്വപ്നത്തിൽ വെച്ചിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അംഗീകാരവും സ്നേഹവും അത് പെർസിസ്റ്റ് ചെയ്യുക, വീണ്ടും അത് തന്നെ കണ്ട് അപ്പോൾ അവിടെ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പോൾ പല ഗ്രൂപ്പുകളിലും നമ്മൾ ബന്ധപ്പെട്ട ആളാണ്. അപ്പോൾ നമുക്കങ്ങനെ പിന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഏത് സമയം ഞാനിപ്പോൾ ഇതിനകത്ത് പറയുമ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനിതിനകത്തോട്ട് പറഞ്ഞു തരുന്നത് നമ്മുടെ കോൺഫിഡൻസ് ഒരു മല പോലെ ഉയരട്ടെ എന്നാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ലൂസിഡ് ഡ്രീമിങ്ങിനകത്ത് ഞാൻ തരുന്ന മെൻ്റൽ കമാൻഡിങ്.
അപ്പോൾ അങ്ങനെ നമുക്ക് വരുമ്പം പിന്നെ നമ്മൾ റിജക്ഷന് പകരം നമ്മൾ നേരെ കണ്ടുകൊണ്ടിരിക്കുന്ന അക്സെപ്റ്റൻസ് കണ്ട് അതിൽ നിന്നൊരു മോട്ടിവേഷൻ വരുന്നുണ്ട്. പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ നമ്മൾ വലിയ സദസ്സിൽ സംസാരിച്ച് ആൾക്കാരെല്ലാം കൈയടിക്കുന്ന, ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറിയ ഗ്രൂപ്പിൽ സംസാരിക്കുന്ന പോലെയല്ല, ആയിരക്കണക്കിന് പേരുള്ള ഗ്രൂപ്പിൽ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് എക്സ്ട്രാ പവറാണ്. ഞാൻ അങ്ങനെ എന്നെ ആങ്കർ ചെയ്യിച്ച് വെച്ചേക്കാണ്. ഇപ്പോൾ NLPയിലൊരു ആങ്കറിങ് ഉണ്ടല്ലോ, കെട്ടിയിടുക, ഒരു വികാരത്തിൽ കൊണ്ടിടുക. അപ്പോൾ നമുക്ക് ഏറ്റവും ഹയ്യസ്റ്റ് ആ വികാരത്തിൻ്റെ പാരമ്യതയിൽ നമ്മൾ അതൊരു പെയിനോ ഒരു പ്രത്യേക ഓബ്ജക്റ്റോ ഇല്ല ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു സെൻസേഷൻ വെച്ചിട്ട് നമ്മൾ ആങ്കർ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആങ്കർ ചെയ്ത് നമ്മുടെ കഴിവ് പെട്ടെന്ന് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും, മൂഡ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്ന കൂട്ടത്തിൽ കൂടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ സെൽഫ് വാലിഡേഷനും നമ്മൾ പ്രാക്ടീസും. അപ്പോൾ ലൂസിഡ് ഡ്രീമിങ് നിങ്ങൾ 30 ദിവസം പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ക്രിയേറ്റീവ് ഐഡിയാസ്, നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും ഇന്നോവേഷൻസ് നിങ്ങൾ കൊണ്ടുവന്ന് അതിന് നമുക്ക് പരിഹാരങ്ങൾ നമ്മൾ മനസ്സിൽ കാണുന്നു. അതിങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ആ പോസിറ്റിവിറ്റി മാത്രം കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഫ്രീ എക്സ്പ്രഷനും ഒക്കെ വന്നു കഴിയുമ്പോൾ കോൺഫിഡൻസ് വളരുന്നു. ലോ ഓഫ് അട്രാക്ഷൻ ഉടനെ തന്നെ നമുക്ക് കയറി പിടിക്കുകയാണ്. അപ്പോൾ അതും നമുക്ക് ലൈഫിൽ വരുന്നു. ഇതെൻ്റെ പിന്നെ തന്നെയല്ല മൈൻഡ് റീപ്രോഗ്രാമിൻ്റെ കുറേ ടൂൾസ് ഞാൻ ലേണിങ്ങിനകത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പഠിപ്പിച്ചിട്ടില്ലാത്ത 10 ടൂൾസാണ് സാധാരണ ഞാൻ മൈൻഡ് മാസ്റ്ററിൽ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് കുറച്ച് ടൂൾസ് കൂടെ കൂടുതൽ ഞാൻ ലേണിങ്ങിലാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വളരെ ബോൾഡ് ആക്ഷനും അതുപോലെ തന്നെ ആ അഡീഷണൽ മൈൻഡ് റീപ്രോഗ്രാമിങ് ടൂൾസ് നമുക്ക് ഈ ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മളിലെ എമ്പതി കൂട്ടാനായിട്ട്, കരുണ ഒരുപാട് കൂട്ടാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് ഔട്ട്കം വരുന്ന എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മളിൽ നന്മ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നമുക്ക് റെസ്പോൺസസ് നമുക്ക് പോസിറ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് സെൽഫ് എസ്റ്റീം വളരെ അപ്പോൾ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അപ്രിസിയേഷൻ നമുക്ക് തന്നെ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ അതിൽ കൂടുതൽ ആരും തരാനില്ലല്ലോ. അപ്പോൾ കൂട്ടുകാർ നമ്മളെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്, പേർ റിജക്ഷൻസിന് പകരം അവർ കളിയാക്കുന്നുണ്ട്, ട്രോൾ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന് പകരം എല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്യുന്ന നമ്മൾ ഈ ട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് അന്നേരം കിട്ടുന്ന ആനന്ദം, പക്ഷേ അത് ഭയങ്കരമായ ദോഷം ചെയ്യുന്നുണ്ട്. സോ നമ്മൾ മറ്റുള്ളവരെ പരിഹസിക്കുന്ന എപ്പോഴും നിർത്തുക. അപ്പോൾ റിജക്ഷൻ മുഖാന്തരം നമ്മൾ ഐസൊലേഷൻ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളിലെ ഓപ്പൺനെസ് ഒരുപാട് ഇത് ചെയ്യും. ഫിയർ എല്ലാം കംപ്ലീറ്റ്ലി പോകും. നമ്മളൊരു 3 മാസമൊക്കെ നമ്മൾ ലൂസിഡ് ഡ്രീം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സിനാരിയോ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ തന്നെ ഫുൾ അക്സെപ്റ്റൻസിൽ നിൽക്കുകയല്ല, ഓതൻറ്റിക് സെൽഫിൽ നിൽക്കുകയാണ്. അപ്പോൾ ജെന്യുവിനെസ് വരും. നമ്മൾ സംസാരിക്കുന്നിടത്ത് ആ കോൺഫിഡൻസ്, അതുപോലെ തന്നെ നമ്മളെ നല്ല രീതിയിൽ റീബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. സ്ട്രെങ്ത് നമുക്ക് ബോധ്യപ്പെടും. പിന്നെ കരിയറിൽ അങ്ങനെയുള്ള ഒരു കരിയറിലോ ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ 100 കണക്കിന് പ്രാവശ്യം നിങ്ങൾ ഓൾറെഡി തന്നെ സ്വയം ഇൻ്റർവ്യൂ ചെയ്ത് ലൂസിഡ് ഡ്രീമിങ് ചെയ്തിട്ടല്ലേ ചെല്ലുന്നത്. അപ്പം നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ സംസാരിക്കാനായിട്ട്, നിങ്ങൾക്ക് അവിടെ കമാൻഡ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ സെയിൽസൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് സെയിൽസ് ലൂസിഡ് ഡ്രീമിങ്ങിനകത്ത് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അക്സെപ്റ്റൻസ് നമുക്ക് അക്സെപ്റ്റൻസ് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതായിട്ട്, ഫ്രീഡം ഉള്ളതായിട്ട്, എല്ലാ കാര്യത്തിനകത്തും നമ്മൾ ഈ ലൂസിഡ് ഡ്രീമിങ്ങിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് ക്രിയേറ്റിവിറ്റി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് വരുന്നെന്ന്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പിന്നെ ഉണ്ടാക്കാം ബോൾഡ് ഡിസിഷൻസ് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അക്സെപ്റ്റൻസ് നമുക്ക് തന്നെ പ്രാക്ടീസ് എടുക്കാനായിട്ട് പറ്റും. ഒരു ഇന്നർ സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി, ഇതൊക്കെ നമുക്ക് സ്വയമായിട്ട് നമുക്കൊരു വിധത്തിലുള്ള നെഗറ്റീവ് ഫീലിംഗ് വരാത്ത രീതിയിലൊരു പോസിറ്റീവ് ബിലീഫ്സ് മാത്രം നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിനകത്ത് ഉറപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഫുൾ അവെയർനെസ്സിൽ നമുക്ക് ഒരു സേഫ് ബോണ്ടിങ് ആയിട്ട് മറ്റുള്ളവരുമായിട്ടൊരു നല്ല ട്രസ്റ്റിൽ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ എപ്പോഴും എല്ലാ ദിവസവും ഉറക്കത്തിൽ നമുക്കുള്ള ഫീലിങ്. ഉറങ്ങിക്കഴിഞ്ഞ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു നിരസിക്കലും ഒന്നുമില്ല, അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസിലേക്കും ഡീപ്പ് സെൽഫ് ലെവലിലേക്ക് നമ്മൾ പോകും. നിങ്ങൾക്കത് ചെയ്യാനായിട്ട് കഴിയട്ടെ. എത്രയും പെട്ടെന്ന് നിങ്ങളത് പഠിച്ച് നിങ്ങളുടെ കഴിവ് നേടിയെടുക്കുക. ഓൾ ദി ബെസ്റ്റ്.